Hello friends, today I'm going to discuss about the topic reasons for FDI and types of FDI. So let us look what is FDI. Foreign direct investment occurs when an investor based in one country acquires an asset in another country with the interest to manage the asset. The country making the FDI investment is called the home country and the country receiving FDI is called host country. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ഒരു കൺട്രിയിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഹോം കൺട്രി ആയിരിക്കാം മറ്റൊരു കൺട്രിയിൽ അനദർ കൺട്രി എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് കൺട്രി അവിടെ ഏതെങ്കിലും ഒരു അസറ്റ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഹോം കൺട്രിയിലുള്ള ഒരു ഇൻവെസ്റ്റർ ഹോസ്റ്റ് കൺട്രി ആയ മറ്റൊരു കൺട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഏത് കൺട്രിയാണ് FDI ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിനെ ഹോം കൺട്രി എന്നും ആരാണ് FDI റിസീവ് ചെയ്യുന്നത് അവരെ ഹോസ്റ്റ് കൺട്രി എന്നാണ് പറയുക. സോ ഇതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി റീസൺസ് ഫോർ FDI. എന്താണ് FDI ഇത്രയും അധികം പോപ്പുലാരിറ്റി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ റീസൺസ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. കമ്പനീസ് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഡയറക്ട്ലി in various foreign countries in order to increase its sales and profit. Foreign market offer more attractive opportunities for business than domestic market. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സെയിൽസും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാനായിട്ടാണ്. സോ ഫോറിൻ കൺട്രീസിലേക്ക് കമ്പനീസ് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ സെയിൽസും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ ഫോറിൻ മാർക്കറ്റിൽ കുറച്ചും കൂടിയും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അതും അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഹോം കൺട്രി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിയിൽ കിട്ടണം എന്നില്ല. സോ അതുകൊണ്ടാണ് അവർ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സോ അതാണ് ഒന്നാമത്തെ റീസൺ, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. Then second reason, to enter fast growing market. The fast growing market provides better opportunity to MNC for their business growth. ഫാസ്റ്റ് മാർക്കറ്റുകൾ അത് മറ്റുള്ള കൺട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. സോ അത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് അവരുടെ ബിസിനസ് ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒരുപാട് ബെറ്റർ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ടു എൻറ്റർ ഫാസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ്. Then third one is to reduce cost. MNCs invest in foreign countries with a view to reduce cost of production and various other operations. This is due to the availability of various inputs like raw materials, human resources, etc. at lower price in foreign countries. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. സാധാരണ നമ്മുടെ കൺട്രിയിൽ ചിലപ്പോൾ ഒരുപാട് കോസ്റ്റ് ഉണ്ടായിരിക്കും, റോ മെറ്റീരിയൽസ് അതുപോലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് എല്ലാവർക്കും കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഫോറിൻ കൺട്രീസിന് നോക്കുമ്പോൾ അവിടെ എല്ലാത്തിനും കുറച്ച് ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ലൈക്ക് റോ മെറ്റീരിയൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആയാലും എല്ലാം ലോവർ പ്രൈസിന് ഫോറിൻ കൺട്രീസിൽ കിട്ടും. സോ അപ്പോൾ അതൊരു റീസണാണ് ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. ഈ കോസ്റ്റ് കുറവായിരിക്കും അവിടെ നമ്മുടെ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി റീസൺ ഫോർ FDI ടു റെഡ്യൂസ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് ടു കൺസോളിഡേറ്റ് ട്രേഡ് ബ്ലോക്സ്. ട്രേഡ് ബ്ലോക്സ് കൺസോൾട്ടേറ്റ് ചെയ്യുക. ട്രേഡ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻ്റർ ഗവൺമെൻറ്റൽ അഗ്രിമെൻറ്റ് വേർ ടാരിഫ് ഓർ ബാരിയേഴ്സ് ടു ട്രേഡ് ആർ റെഡ്യൂസ്ഡ് ഓർ എലിമിനേറ്റഡ് എമോങ് ദി പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്. അതൊരു അഗ്രിമെൻറ്റാണ് ഇൻ്റർ ഗവൺമെൻറ്റൽ തമ്മിലുള്ളത്. എന്ന് വെച്ചാൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാരിയേഴ്സും ടാരിഫൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് ബ്ലോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ട്രേഡ് ബ്ലോക്സ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യാം. MNCs prefer to do business with other member countries of the trade bloc. This is because MNCs get preferential treatment in doing business. സോ MNCs ഇങ്ങനെ ഈ ട്രേഡ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ എല്ലാം റെഡ്യൂസ് ചെയ്തിട്ടുള്ള ടാരിഫും അവിടെ അവർക്കൊരു ബാരിയറും ഉണ്ടാവില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ അവർക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. സോ അതും ഒരു റീസണാണ് FDI ഏറ്റവും കൂടാനായിട്ടുള്ളൊരു റീസൺ. The next one, to protect domestic market. MNCs invest and operate in the foreign market with a view to avoid the competition with the weak domestic firms. They leave the domestic market to the less competitive domestic firms. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. സോ MNCs ഫോറിൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റും ഓപ്പറേറ്റും ചെയ്യുമ്പോൾ സോ അവിടെ ഒരു
വീക്ക് ഡൊമസ്റ്റിക് ഫേംസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ലെസ് കോമ്പറ്റേറ്റീവ് ഫേംസ് ഡൊമസ്റ്റിക് ഫേംസിനായിട്ട് അവരത് ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് കൂടി നമുക്ക് ഇവിടെയുള്ള കോമ്പറ്റീഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതോടുകൂടി നമുക്ക് അങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി റീസൺസ് ഫോർ FDI. Then to protect foreign markets. Some MNCs invest in foreign countries in order to protect foreign market. ഫോറിൻ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഒരുപാട് MNCs പുറത്തുള്ള ഫോറിൻ കൺട്രീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അത് അവരുടെ ഒരു സെക്യൂറിന് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ FDI ടു പ്രൊട്ടക്റ്റ് ഫോറിൻ മാർക്കറ്റ്സ്. ദെൻ ടു അക്വയർ ടെക്നോളജിക്കൽ ആൻഡ് മാനേജറിയൽ നോ ഹൗ. Sometimes the technological and managerial know-how in various foreign countries might be superior to those of domestic country. MNCs invest in foreign countries in order to acquire the superior foreign technological and managerial know-how. നമ്മുടെ ഹോം കൺട്രിയിൽ എന്ന് പറയുമ്പം ടെക്നിക്കലായിട്ടും മാനേജറിയലായിട്ടും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഫോറിൻ കൺട്രീസിലുണ്ടായിരിക്കും. ടെക്നോളജിക്കലിൻ്റെ ഒരു ബേസിൽ വരുമ്പോഴും എല്ലാത്തിനും കുറച്ചൊരു സുപ്പീരിയോറിറ്റി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നത് ഫോറിൻ കൺട്രീസ് ആയിരിക്കും. അപ്പോൾ അതും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അട്രാക്റ്റ് ചെയ്യും ഫോറിൻ കൺട്രീസിൽ. സോ ഇവിടെ കിട്ടാത്ത ചിലപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഫോറിൻ കൺട്രീസിൽ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഒരു മാനേജറിയൽ രീതിയിലായാലും ടെക്നോളജിക്കലായാലും ഒരുപാട് കാര്യങ്ങളിൽ കുറച്ചും കൂടിയും സുപ്പീരിയറായി നിൽക്കുന്നുണ്ടാവുക ഫോറിൻ കൺട്രീസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ ടെക്നിക്കലും മാനേജറായിട്ടുള്ള നോളേജ് അക്വയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു പുതിയ നോളേജും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഹോം കൺട്രിയിൽ അത്രയ്ക്ക് നോളേജും അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. For example, US companies acquire the technological as well as managerial know-how from Japan by investing in Japan. Then Kodak establishes the world-class research facilities in Japan. US കമ്പനി ടെക്നോളജിക്കലായിട്ട് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജപ്പാനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായിട്ടും മാനേജറിയലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദി റീസൺസ് ഫോർ FDI. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കൂടാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെയിൽസും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാൻ, രണ്ടാമത്തെ ഫാസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ, ദെൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, സോ ട്രേഡ് ബ്ലോക്സ് കൺസോളിഡേറ്റ് ചെയ്യുക, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റ്സ് ആൻഡ് നോളേജ് ടെക്നിക്കലും മാനേജറിയലായിട്ടുള്ള നോളേജ് അക്വയർ ചെയ്യുക. So these are the reasons for FDI. Next topic is types of FDI. So FDI investment can be classified on the basis of asset creation versus asset acquisition, nature of economic activity, and on the motives during it. Figure 1 describes different forms of FDI. So ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ട് ടൈപ്സ് ഓഫ് FDI എന്ന് പറഞ്ഞിട്ട്. സോ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് FDI ക്ലാസിഫൈ ചെയ്തേക്കേണ്ട ഒന്നെങ്കിൽ അസറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ വേഴ്സസ് അസറ്റ് അക്യൂസിഷൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ മോട്ടീവ്സ് ഡ്യൂറിങ് ഇറ്റ്. സോ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. 3 ടൈപ്പായിട്ടാണ് FDI ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി, ദെൻ അസറ്റ് ബേസ്ഡ് വ്യൂ ആൻഡ് മോട്ടീവ് ബേസ്ഡ് വ്യൂ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ FDI. Horizontal FDI is said to take place when a firm invests abroad in the same industry in which it operates in the home country. Horizontal FDI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം കൺട്രിയിലുള്ള അതേ ഇൻഡസ്ട്രി പോലെ തന്നെ ഫോറിൻ കൺട്രിയിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫേം ഇൻവെസ്റ്റ് ചെയ്യാണ് അബ്രോഡിലുള്ള ഒരു ഫേമിൽ. സോ അതും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലെങ്കിൽ ഹോം കൺട്രിയിലുള്ള സെയിം ഇൻഡസ്ട്രി തന്നെയായിരിക്കും. അപ്പോൾ ആ സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ FDI എന്ന് പറയാം. നമ്മുടെ പുറത്തുള്ളൊരു ഫേം തന്നെയായിരിക്കും, പക്ഷെ അതിൻ്റെ എല്ലാം സെയിം ആയിരിക്കും. നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഹോം കൺട്രിയിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ആയാലും എല്ലാം സെയിം ആയിരിക്കും. സോ അങ്ങനെ ഒരു അബ്രോഡ് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫേം പുറത്തുള്ള ഒരു ഫേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അതും നമ്മുടെ ഹോം കൺട്രിയിലുള്ള സെയിം ഇൻഡസ്ട്രി ആയിട്ട് തന്നെ. സോ അതാണ് ഹൊറിസോണ്ടൽ FDI എന്ന് പറയുക. ദെൻ വെർട്ടിക്കൽ FDI രണ്ടാമത്തെയാണ് വെർട്ടിക്കൽ FDI. ഇറ്റ് റിഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ദി ഫേംസ് എക്സിസ്റ്റിംഗ് സപ്ലൈ ചെയിൻ ടു അവെയിൽ ദി ബെനിഫിറ്റ്സ് ഓഫ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡൺ ഇൻ സപ്ലൈ ചെയിൻ. മറ്റൊരു സെയിം ഇൻഡസ്ട്രി ആയിട്ടല്ല ഇവരൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന, ഒരു സപ്ലൈ ചെയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സോ അപ്പോൾ നമുക്ക് ആ ഒരു സപ്ലൈ ചെയിൻ ആകുമ്പോഴും നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്.
ഒരു ഫേം എബ്രോഡ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഓപ്പറേഷൻസ് ആയാലും അത് നമുക്ക് എല്ലാം ബെനിഫിറ്റ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഒരു സപ്ലൈ ചെയിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഈ വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഒരിക്കലും സെയിം ഇൻഡസ്ട്രിയിലായിരിക്കില്ല, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിലായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ദെൻ തേർഡ് വൺ ആണ് കോൺഗ്ലോമറേറ്റ് FDI. So if FDI abroad is to manufacture products not manufactured by the parent company at home is called conglomerate FDI. So ഈ FDI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എബ്രോഡ് ആയിരിക്കും, ഒരു മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും. പക്ഷേ അത് എക്സിസ്റ്റിംഗ് ബിസിനസ്സിന്, ഹോം കൺട്രിയിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിനായിട്ടുള്ള ഒരു റിലേഷനും ആ പ്രോഡക്റ്റ്സ് തമ്മിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കമ്പനി ഒരു ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സിലൊക്കെ ആയാലും അതേ ഒരു ഫേം തന്നെ ഹോം കൺട്രിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ തമ്മിലൊരു റിലേഷനും ഉണ്ടാവില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് റിലേഷൻ ഇൻ ഹോം കൺട്രി, അതൊരു കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫേമിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേം അതേ ഒരു ഫേം തന്നെ ഹോം കൺട്രിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ദാറ്റ് ഈസ് അൺറിലേറ്റഡ്, ഒരിക്കലും അത് റിലേറ്റഡ് ആയിരിക്കില്ല എന്ന് മാത്രം. സോ ഇതാണ് നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി അണ്ടറിൽ വരുന്നത്. 3 types ആണ്: ഹൊറിസോണ്ടൽ FDI, വെർട്ടിക്കൽ FDI ആൻഡ് കോൺഗ്ലോമറേറ്റ് FDI. ദെൻ സെക്കൻഡ് കാറ്റഗറിയാണ് അസറ്റ് ബേസ്ഡ് വ്യൂ. Asset-based view, according to this viewpoint, FDI can be classified as greenfield investment, mergers and acquisitions, and brownfield investment. The first one is greenfield investment. It's an investment process which results in the creation of new assets in the host country. This can take the form of a branch office or a foreign collaborations called global strategic alliance. സോ ഇറ്റ് ടേക്ക് പ്ലേസ് ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഇൻ എ ഫോറിൻ കൺട്രി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ന്യൂ ഓപ്പറേഷൻസ് ഇൻ ഫോറിൻ കൺട്രി. ഏതെങ്കിലും ഒരു പുതിയൊരു കൺട്രിയിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇറ്റ് മീൻസ് ന്യൂ ക്രിയേഷൻ ഓഫ് ന്യൂ അസറ്റ്സ്. ഏത് കൺട്രിയിലാണ് അവർ ഹോസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഏത് കൺട്രിയിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അവിടെ പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഇൻ ദി ക്രിയേഷൻ ഓഫ് ന്യൂ അസറ്റ്സ് ഇൻ ദി ഹോം കൺട്രി ഓർ ടേക്ക് പ്ലേസ് ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഇൻ എ ഫോറിൻ കൺട്രി. പുതിയ ഓപ്പറേഷൻസ് എല്ലാം ഫോറിൻ കൺട്രിയിൽ ചെയ്യുന്നതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, mergers and acquisitions. Mergers and acquisition as a form of investment may either involve the outright purchase of an existing company or the amalgamation of 2 existing companies. Purchase of things abroad എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒന്നെങ്കിൽ ഇതൊരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഔട്ട്റൈറ്റ് പർച്ചേസ്, അല്ലെങ്കിൽ 2 എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിൽ അമാൽഗമേഷനിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് എ അതിൻ്റെ ഒരു ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറയുക. അക്വിസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഓഫ് എന്ന് പറയും. അതിനെ ആ ഒരു ഫേമിനെ നമ്മൾ എടുക്കാം. ആൻഡ് ദെൻ മെർജേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടിച്ചു വരിക. സോ ഒന്നെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക, ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയിൽ ഔട്ട്റൈറ്റ് പർച്ചേസുകൾ നടത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 എക്സിസ്റ്റിംഗ് കമ്പനീസ് തമ്മിലുള്ള അമാൽഗമേഷനിലൂടെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. തേർഡ് വൺ ഈസ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. So it is a combination of greenfield investment and merger and acquisition. It denotes the investment where an existing firm acquires another firm and infuse it with fresh capital and assets after the acquisition. ഈ ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മെർജർ ആൻഡ് അക്വിസിഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫേം വേറൊരു ഫേമിനെ അക്യൂസ് ചെയ്തിട്ട് ആ ആഫ്റ്റർ അക്യൂസിഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ക്യാപിറ്റലും അസറ്റും ഇൻഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനെയാണ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊരു ഫേമും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേമും വേറൊരു ഫേമും കൂടി അക്വയർ ചെയ്തിട്ട് ആ അക്വിസിഷൻ്റെ ശേഷം ഒരു ഫ്രഷ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു ക്രിയേഷൻ ചെയ്യാണ് അസറ്റിൻ്റെ. അപ്പോൾ അതിനാണ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മെർജർ ആൻഡ് അക്വിസിഷൻ്റെയും കോമ്പിനേഷനും കൂടിയാണ്. സോ ദിസ് ആർ ദി under which come from asset based view, that is greenfield investment, mergers and acquisitions, then brownfield investment. Then third category ആണ് motive based view. ഈ മോട്ടീവ് ബേസ്ഡ് വ്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും. ഓരോ FDI നടത്തുന്നതിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ ആണ് റിസോഴ്സ് സീക്കിംഗ് FDI.
Resource-seeking FDI investments are made in order to have access to cheap raw materials, pool of labor, infrastructure, etc. It can be further classified into three groups: those seeking physical resources, those seeking plentiful supplies of cheap and or skilled labor, those seeking technological, organizational and managerial skills. ഈ ഒരു റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി നമുക്ക് ആ നെയിമിൽ തന്നെ മനസ്സിലാക്കും, റിസോഴ്സിനെയാണ് ഇവർ മോട്ടീവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ടായിരിക്കും ചീപ്പ് റോ മെറ്റീരിയൽസ്, പൂൾ ഓഫ് ലേബർ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ മോട്ടീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഒരു ഇത്രയും റെഡ്യൂസ്, നേരത്തെ നമ്മളെ റീസൺസിൽ പറഞ്ഞു എഫ് ഡി ഐ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി ഐ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേറൊരു കൺട്രിയിൽ നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത് റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പൂൾ ഓഫ് ലേബർ മീൻസ് റിസോഴ്സ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ചീപ്പ് റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞ കോസ്റ്റിന് കിട്ടുക എന്നുള്ളതാണ് റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി. അപ്പോൾ അവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈ ടു ത്രീ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ ഫിസിക്കൽ റിസോഴ്സ്, അല്ലെങ്കിൽ പ്ലെൻറ്റിഫുൾ സപ്ലൈസ് ഓഫ് ചീപ്പ് ആൻഡ് സ്കിൽഡ് ലേബർ, അതും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ, ഓർഗനൈസേഷണൽ, മാനേജറിയൽ സ്കിൽസ്. ഈ മൂന്നെണ്ണമായിട്ടാണ് നമുക്ക് റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി ഐ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ ഇപ്പോൾ നടത്തുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കോസ്റ്റുകളാണ്, അല്ലെങ്കിൽ റിസോഴ്സ് നമുക്ക് എത്രത്തോളം ചീപ്പായിട്ട് നമുക്ക് ലഭിക്കും, അതാണ് റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി ഐ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐ. സോ ഇവിടെ ഏറ്റവും മോട്ടീവ് എന്ന് പറയുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐ അറ്റംപ്റ്റ് ടു സെക്യൂർ മാർക്കറ്റ് ഷെയർ ആൻഡ് സെയിൽസ് ഗ്രോത്ത് ഇൻ ദി ടാർഗറ്റ് ഫോറിൻ മാർക്കറ്റ്. ഫോറിൻ മാർക്കറ്റിൽ ഏത് ഫോറിൻ മാർക്കറ്റിലാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവിടുത്തെ മാർക്കറ്റ് ഷെയറും സെയിൽസ് ഗ്രോത്തും സെക്യൂർ ചെയ്യാനാണ് എപ്പോഴും മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐ ശ്രദ്ധിക്കാം. സോ റീസൺസ് ഫോർ മേക്കിംഗ് മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐ ഇൻക്ലൂഡ് ദി ഫേംസ് മെയിൻ സപ്ലയേഴ്സ് ഓർ കസ്റ്റമേഴ്സ് മേ ഹാവ് സെറ്റ് അപ്പ് ഫോറിൻ പ്രൊഡ്യൂസിംഗ് ഫെസിലിറ്റീസ് അബ്രോഡ് ആൻഡ് ദി ഫേം നീഡ്സ് ടു ഫോളോ ദം ഓവർസീസ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിലായിരിക്കും കുറച്ചും കൂടി എല്ലാത്തിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടേക്കായിരിക്കും കുറച്ചും കൂടി ആൾക്കാർ, അവിടേക്കായിരിക്കും ഇവർ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. Then the firm's products need to be adapted to local taste or needs and to indigenous resource and capabilities. ചിലപ്പോൾ ഹോം കൺട്രിയിലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പാൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അതിന് ഒരു പ്രമോഷൻ അല്ലെങ്കിൽ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഫോറിൻ കൺട്രിയിൽ അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐക്കാർ ശ്രദ്ധിക്കുക, എവിടെയാണോ അവർക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഏറ്റവും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക, അതിലാണ് അവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്ട്സ് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ അവർക്കൊരു പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐ പറയുന്നത്. Then the firm may consider it necessary as a part of its global production and marketing strategy to maintain a physical presence in the leading markets served by its competitors. So ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആയുർവേദം, നമ്മളിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി നമുക്കൊരു അതിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഒരു അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഡിമാൻഡ് കുറവാണ്. അപ്പോൾ എപ്പോഴും അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ആൾക്കാർ എപ്പോഴും നോക്കുന്നത് അവിടുത്തെ മാർക്കറ്റ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കാറ്റഗറിയിലേക്ക്, അവർ ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു ഫോമിനെ അവർക്ക് എത്രത്തോളം ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കുക. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് മാർക്കറ്റാണ് അവർ പറയുന്നത്. ആ ഒരു മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തിരിക്കും അവർ ചെയ്യുന്ന ഒരു ഫോം അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫോം എന്ന് പറയുന്നത്. അതാണ് മാർക്കറ്റ് സീക്കിംഗ് എഫ് ഡി ഐ. ദെൻ തേർഡ് വൺ ഈസ് എഫിഷ്യൻസി സീക്കിംഗ് എഫ് ഡി ഐ. It aims to take advantage of different factor endowments, economic systems, policies and market structure to concentrate production in a limited number of locations and reduce cost of production. It attempts to rationalize the structure of established resource-based or marketing-seeking investment in such a way that the firm can gain from the common governance of geographically dispersed activities. ഇവിടുത്തെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനാണ്. ചിലപ്പോൾ ഇവിടെ നമുക്ക് ഹോം കൺട്രിയിൽ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് എഫിഷ്യൻസി വരില്ല. എഫിഷ്യൻസി വരുമ്പോൾ എല്ലാ രീതിയിലും എക്കണോമിക് ആയാലും പൊളിറ്റിക്കലായാലും മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടായാലും അപ്പോൾ ഒരു പ്രൊഡക്ഷൻ നമുക്ക് അത്രത്തോളം പറ്റിയില്ലെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. അവരിപ്പോൾ ചെയ്യുന്ന ഒരു ഫോം അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ എപ്പോഴും അവർ മെയിൻ എയിം എന്ന് പറയുന്നത് എഫിഷ്യൻസി എത്രത്തോളം നമുക്ക് അവർക്ക് ഇൻക്രീസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എഫിഷ്യൻസി സീക്കിംഗ് എഫ് ഡി ഐ. ആ ഒരു മോട്ടീവ്, ആ ഒരു എയിമിനെ വെച്ചിട്ടാണ് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ് എഫ് ഡി ഐ. It attempts to acquire the asset of foreign firms so as to promote their long-term strategic objectives, especially advancing their international competitiveness.
ഇവിടെ എന്ന് പറയുന്നത് ഒരു ഫോറിൻ ഫേംസിലുള്ള അസറ്റ് അക്വയർ ചെയ്യുന്നത് നമുക്കൊരു അവരുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് പ്രൊമോട്ട് ചെയ്യാനാണ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് അഡ്വാൻസ് ചെയ്യാനുമായിട്ടാണ്. സോ സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇവിടെ ഉള്ളവരെ ഫോറിനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമുക്കൊരു പ്രൊമോഷനും കൂടിയാണ് കിട്ടുന്നത്. അവരുടെ ഉള്ള സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിന് ലോങ് ടേം സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ്സിനെ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. So these are the major classifications. First one is nature of business activities. അതിൽ വരുന്നതാണ് horizontal FDI, vertical conglomerative FDI, then asset based, greenfield investment, mergers and acquisitions, brownfield investment. Then last one ആണ് motive based view, resource seeking FDI, market seeking FDI, efficiency seeking FDI, and strategic asset seeking FDI. So thank you.